ഒരു കാര്യം മറന്നുപോയി, നേർച്ച കിട്ടില്ല, ആദ്യമായിട്ട് കയറുന്നതല്ലേ. അപ്പോൾ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പോകാണ്ടിരുന്നാൽ മതി. അല്ല അവിടെ ഇരിപ്പുണ്ടോ? അതിൽ പേഴ്സ് ഉണ്ടോ? പേഴ്സ് ഉണ്ടാകുമല്ലോ. മറ്റേ ബാഗിലാന്ന് തോന്നുന്നു പേഴ്സ്. രസമാടാ ആറ്റൂരിനേക്കാളും. എന്തൊരു നിശബ്ദത, എന്തൊരു പ്രശാന്തം അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. GPS കാണിച്ച വീടിനോട് എടുക്കാനൊരു മടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതുവരെ എനിക്ക് ആ വിഷമം തോന്നിയിട്ടില്ല. എനിക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് ഓണർ എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. ഓണർ നല്ലതാണെങ്കിൽ ആ വായുവിൻ്റെ പ്രശ്നം വരില്ല. അവിടെ കയറിയല്ലോ ഞാൻ. അത് ഞാൻ കയറി. സജീവൻ ചേട്ടാ, ചില്ലറയുണ്ടോ കയ്യിൽ? ചില്ലറ 1 രൂപ കോയിൻ എത്രയുണ്ട്? എന്നാൽ 1 രൂപ കോയിൻ മതി. അപ്പു അല്ല, അപ്പു കയറട്ടെ. അപ്പു അല്ലേ ഇപ്പോൾ ഉള്ളത്. 1 രൂപ കോയിൻ മതി. ഇല്ലേ? 2 രൂപ 10 രൂപ. ഓ എന്നേനാ 2 രൂപ കോയിൻ. പള്ളിക്കകത്ത് ആദ്യമായിട്ട് കയറിയതല്ലേ, മനസ്സ് വിചാരിച്ച് കാണിക്കട്ടെ. എന്താടാ അവൻ ഇന്ന് എന്ത് പറ്റിയെന്നാവുകോ. ആകെ ഒരു എന്താണ് പറയുക, എന്ത് പോയ അണ്ണാന്നാ പറയുന്നത്. ആ അത് തന്നെ. ഞാൻ അങ്ങനെ ഇരിക്കുന്ന നിന്റെ ഇരിപ്പിന്ന് മാങ്ങ കിട്ടി, കടിച്ച് തിന്നുകൊണ്ടിരുന്നപ്പോ ഈ മാങ്ങയുടെ അണ്ടി ഇങ്ങനെ തിന്നണമല്ലോ, കടിച്ച് അപ്പൊ അതിങ്ങനെ ചപ്പിക്കൊണ്ട് തെന്നിപ്പോയി, ചാടിപ്പോയി. അപ്പൊ അമ്മ അന്നത് ഇങ്ങനെ ഇരുന്നു, വാലൊക്കെ ഇങ്ങനെ അതാണ് അണ്ടി പോയ. നിങ്ങൾ ഇവിടേക്ക് കയറിയില്ല, എന്തായാലും ഇവിടം വരെ കയറിയില്ല, പകുതി വരെ കയറിയിട്ട് ഇറങ്ങി. അന്ന് ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഇല്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ പറ്റിയില്ല, മടുത്തു പോയി ശരിക്കും. ഇറങ്ങുമ്പോൾ കൊമ്പ് വേണം. വെയിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അത് അമ്മയുടെ കൂട്ടോ. അതെ, ഇതിൽ കവറിലിടാൻ പറ്റുമോ എനിക്ക്? ചെറിയ കവറാ, മടക്ക് ഇരിക്കില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ താഴെ പോവും. വാ, അമ്മ പോകുന്നുണ്ട്. ആ ചേട്ടാ വാ, ഇറങ്ങിക്കോ. അമ്മ താഴെ കൂടെ വന്നോളൂ.
അമ്മ അതിലെ കൂടെ തന്നെ ഇനി പോര്, കയറാൻ നിൽക്കണ്ട. എന്തിനാ എന്നാ അപ്പോൾ ഇതെടുക്കും, കൈ ഇതെടുക്കും. ഇത് 14-ാം സ്ഥലം. ഈശോയിനെ കുരിശ് സംസ്കരിക്കുന്നതാണ് ഇത്. ഈശോയിനെ സംസ്കരിക്കുന്നതാണിത്. ഇനി അടുത്തത് താഴെ മോളിൽ നിന്നാണ്, ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഞങ്ങൾ പതുക്കെ മലയിറക്കം സ്റ്റാർട്ട് ചെയ്തു. പൊന്മടി ഇറക്കം, കുരിശുമല മുത്തപ്പോ പൊന്മല ഇറക്കം, കുരിശുമല മുത്തപ്പോ പൊന്മല ഇറക്കം, കുരിശുമല മുത്തപ്പോ പൊന്മല ഇറക്കം, കുരിശുമല മുത്തപ്പോ പൊന്മല ഇറക്കം. കയറിക്കൊണ്ടിരുന്നത് കുരിശുമുടിയാണ്. കുരിശുമുടി അത് വെച്ച് നോക്കുവാണെങ്കിൽ ദൂരം ശരിക്കും നല്ലോണമുണ്ട്. ഒരു ആ മല കയറ്റിട്ടുണ്ട് കുരിശുമുടി, മലയാറ്റൂർ കുരിശുമുടി. അത് വെച്ച് നോക്കുമ്പം എനിക്ക് ഈ കുരിശുമുടി കയറുന്നതും ഇറങ്ങുന്നതും ഒരുപാട് സുഖകരമായിരുന്നു. മറ്റേത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് വെരിക്കോസ് വെയിനുണ്ട്, സൈനസിൻ്റെ പ്രശ്നമുണ്ട്, ഉപദ്രവമുണ്ട്. അതോടൊപ്പം തന്നെ മൈഗ്രൈൻ്റെ ഉപദ്രവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുരിശ് കയറിയേക്കണം, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാനെപ്പോഴും കുരിശുമല കയറുകയും ഇറങ്ങുകയും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തെ ഞാൻ കുരിശ് കയറി ഇറങ്ങാനായിട്ട് നിന്നിട്ടുള്ളൂ. അപ്പോൾ ആ വെയിൽ മൊത്തം കൊണ്ടുകൊണ്ടുള്ള കുരിശുമല കയറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 5-ാം സ്ഥലം 6-ാം സ്ഥലം ആകുമ്പോഴത്തേനും എനിക്ക് തലവേദന തുടങ്ങുമായിരുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെയായിട്ടും എനിക്കൊരു തലവേദന പോലും തോന്നിയിട്ടില്ല. ക്ഷീണം മറ്റേത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കുറവായിരുന്നു. എനിക്ക് വളരെ ആയാസരഹിതമായിട്ടാണ് മല കയറാനായിട്ട് സാധിച്ചത്. മലയിറക്കവും അതുപോലെ തന്നെ ആയാസരഹിതമായിട്ട് തന്നെയാണ് എനിക്ക് മലയിറങ്ങാനും സാധിച്ചത്. സാധിച്ചത്. ഓക്കെ, 2021 ശേഷം 2021 ബാംഗ്ലൂർ രേവ യൂണിവേഴ്സിറ്റിയിൽ ഇത് 10ാമത്തെ സ്ഥലം മിശയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതാണ്. പിലാത്ത എന്നെ ഒരുപാട് ആഴത്തിൽ ചിന്തിപ്പിച്ചേക്കണ ഒരു കാര്യമാണ് ഈശോയുടെയും മാതാവിൻ്റെയും റിലേഷൻഷിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരമ്മയ്ക്ക് എങ്ങനെയാണ് അത്രയും സമാധാനപരമായിട്ട് എല്ലാം ഉള്ളിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക? ഒരുപാട് അമ്മയുടെ ജീവിതത്തിലൂടെ സഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഈശോ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ജീവിതം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. എനിക്ക് മകൻ മാത്രമേ ഉള്ളൂ, പിന്നെ അമ്മയാണ്. ഞാനെപ്പോഴും അമ്മേനെയും എൻ്റെ മകനപ്പനെയും അതുപോലെ എന്നെയും നോക്കി അതേ രീതിയിലൊരു ജീവിതം നയിക്കാനായിട്ട് എത്രമാത്രം ശ്രമിച്ചാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നല്ലെങ്കിൽ എൻ്റെ മൂഡ് തെറ്റും, ഈശോയെ മൂഡ് തെറ്റും, അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ മൂഡ് തെറ്റും, അല്ലാന്നുണ്ടെങ്കിൽ അപ്പൂൻ്റെ മൂഡ് തെറ്റും. എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു വിധത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഓൺലൈൻ ക്ലാസ്സസ് കൊണ്ടുള്ള പ്രശ്നം, ജോലിയുടെ പ്രശ്നം. ഇപ്പോൾ ശരിക്കും പ്രൈവറ്റാണല്ലോ,
അങ്ങനെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈവറ്റൈസേഷൻ ആകുമ്പോഴത്തേനും നമുക്കറിയാം മുതലാളിത്ത ഭരണം. അങ്ങനെ വരുമ്പം അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് അവർക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ടെൻഷനും അവർ എടുത്തു വയ്ക്കുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കീഴിൽ മേലെയായിരിക്കും. എല്ലാവരും പറയും കോളേജിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് വളരെ ഈസിയാണ്, സന്തോഷമാണ്, ടെൻഷനില്ല, റിലാക്സ്ഡാണ്, പിള്ളേരെ പഠിപ്പിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരിക്കലും അത്ര എളുപ്പമല്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ജേണൽ എഴുതുക, ഫണ്ടഡ് പ്രോജക്റ്റ് ഉണ്ടാക്കുക, എല്ലാം കൂടെ വരുമ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ തന്നെയാണ് എൻ്റെ PhD പോകുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടണേ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തു കൂട്ടണേ, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. ഈശോയെ, ഒരിക്കലും പറയാൻ പാടില്ല, എന്നാൽ പോലും അറിയാണ്ടാണെങ്കിലും പറഞ്ഞു. പക്ഷേ ആ സമയത്തെല്ലാം എനിക്കൊരു സമാധാനം എന്ന് പറയുന്നത് ശരിക്കും ഈശോയുടെ അടുത്ത് വരുമ്പോഴാണ്. എനിക്കൊരു മനസ്സിനൊരു വലിയ സമാധാനം തന്നെയാണ് ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഞാൻ കൂടുതലും ഇതുപോലുള്ള വിജനമായിട്ട്, അതായത് നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മല കയറാനും മല ഇറങ്ങാനും പറ്റുന്ന സ്ഥലങ്ങളാണ് കൂടുതലും ഞാൻ നോക്കിയേക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാൻ നമുക്ക് സാധിക്കും. എപ്പോഴും ഈ ഒരു സമയത്താണ് എൻ്റേതായ എല്ലാ അവലാദികളും ഞാൻ ഈശോയോട് പറയുന്നത്. നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എപ്പോഴും പോകണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് എൻ്റെ ഈശോയിടാം. എനിക്കെല്ലാം ഉള്ളത് അങ്ങേര് മാത്രമാണ്. അങ്ങേരെന്ത് പറയുന്നു ആ രീതിയിൽ ജീവിക്കുന്നു. എൻ്റെ ഈശോയെ, എനിക്ക് തെറ്റ് പറ്റിയെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങും?